ആൻഡ് ഫൈനലി ഒഫീഷ്യലി എക്സ്ലാൻഡിസിൽ നമ്മളെ ഇന്ന് റോളൊക്കെ തന്ന് വെൽക്കം ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഷൈനാസ് ബ്രോ, താങ്ക് യു ഫോർ ദ 10 kick points, means a lot. നിസാർ സൈൻ ബ്രോ, താങ്ക് യു ഫോർ ദ 10 kick points, means a lot. ഹായ്. ഇത് ഡിലേ ഉണ്ടോ? ഇതെന്താ എനിക്ക് ചാറ്റ് ഭയങ്കര ഡിലേ. ടർബോ സാഡാണ്, അറിയടാ, എന്ത് ചെയ്യാൻ പറ്റും. മേ ബി ചാൻസ് ഉണ്ടാവും, മേ ബി ചാൻസ് ഉണ്ടാവൂല, നോക്കാം. മിന്നൽ ഉസ്മാനൊക്കെ ആക്കണ കുറുപ്പിന്റെ കൂടെ അല്ലേ, ഫുള്ള് തിരുവനന്തപുരത്തപ്പം. സ്ലോ മോഡ് ഉണ്ടോ? ഒരു മിനിറ്റ് എടാ ചാറ്റ്, ഒറ്റ മിനിറ്റ്. എനിക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്യാനുള്ള ടൈം ഉണ്ടോ? ഒരു മിനിറ്റ്, ഇത് ഞാൻ ഇവിടെ ഇല്ലടാ. എത്ര സെക്കൻഡാ ഡിലേ ഉള്ളത്? 6:39. 8 സെക്കൻഡ് എന്തോ ഉള്ളൂടാ ഡിലേ. അത് എനിക്ക് തോന്നണത് കിക്കിന് ഓൾറെഡി അങ്ങനത്തെ ഒരു ഡിലേ ഉണ്ട് തോന്നുന്നുണ്ട്. എനിക്ക് അറിയില്ല അതിനെ പറ്റി. തുടങ്ങി GB അപ്ഡേറ്റ്. ആദ്യം ഇതൊക്കെ ഒന്ന് തീരുമാനാക്കട്ടെ, ഗ്യാങ് ആവട്ടെ, എന്നിട്ട് നമുക്ക് GB കൊണ്ടുവരാം. വരുന്നതിന് മുമ്പ് തന്നെ GB അല്ല. കുറുപ്പ് ലൈവ് നോക്കുന്ന കുറുപ്പ് ലൈവ് എന്താ? ഞാൻ ആദ്യം വേറൊരു കാര്യം പറയട്ടെ. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ ഒഫീഷ്യലി ലോഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റി തിരിച്ചു വരുന്ന ടൈമിൽ തന്നെ നമ്മളെ കമ്പനിക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ. കൂറ ഒന്നും ഉണ്ട്, സലാം പറയാൻ വന്നാണ്. സലാം അലൈക്കും. പിന്നെ ഒഫീഷ്യലി മറ്റേ എലൈറ്റ് ഗ്യാങ് ആയിങ്ങാണ്ട് തന്നെ സിറ്റിയിൽ നമുക്ക് ലോഞ്ച് ആകുമ്പോൾ തന്നെ എലൈറ്റ് ഗ്യാങ് ആയിങ്ങാണ്ട് ലോഞ്ച് ആവാന്ന് കരുതിയിട്ടായിരുന്നു ഇത്ര ദിവസം വെയിറ്റ് ചെയ്തത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തു തോന്നുന്നുണ്ട് അതിൻ്റെ ടൈം. ഒഫീഷ്യൽ ലോഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തു തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഒന്നും കൂടി വെയിറ്റ് ചെയ്യുക, 1 വീക്ക് വെയിറ്റ് ചെയ്തിട്ട് വരുന്ന സമയത്ത് എലൈറ്റ് ഗ്യാങ് ആയിട്ട് വരുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവരായിട്ട് ചോദിച്ചിട്ടില്ല, ബാക്കിയുള്ളവരോട് എന്താ അഭിപ്രായം എന്നുള്ളത് ചോദിച്ചിട്ടില്ല. ചാടി കയറി, ഞാൻ പറയട്ടെ ചാറ്റ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചാടി കയറി ഈ പറയുന്ന പോലെ വെറുതെ ഒരു ഗ്യാങ് ആയിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കാന്നേ ഉള്ളൂ. ഒന്നാമത് ഇപ്പോൾ സിറ്റിയിൽ അങ്ങനെ വാറും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, കൂടുതൽ ടൈമും സേഫ് സോണാണ്. പിന്നെ എന്തിനാ നമ്മൾ പേരിന് വെറുതെ ഒരു ഗ്യാങ്, നമ്മളെ നമ്മൾ ഗ്യാങ് ആയത് തന്നെ അത്രയും നല്ലൊരു വെൽ പൊസിഷനിലാണ് നമ്മളായത്. എലൈറ്റ് ഗ്യാങ് ആയിങ്ങാണ്ടാണ് നമ്മൾ ഗ്യാങ് ആയത്. പിന്നെ നമ്മൾ വെറുതെ സാധാ ഗ്യാങ് ആയിങ്ങാണ്ട് ഈ സിറ്റിയിൽ വെറുതെ ഒരാഴ്ചക്ക് 1 വീക്കിനെങ്കിൽ 1 വീക്കിന് വെറുതെ ചുമ്മാ നിൽക്കേണ്ട ആവശ്യമില്ല. 1 വീക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ ലോഞ്ച് ചെയ്യണ അന്ന് ഈ പറയുന്ന പോലെ എലൈറ്റ് ഗ്യാങ് ആയിങ്ങാണ്ട് തന്നെ നമുക്ക് ഫോം ആവാൻ പറ്റും. ഇത്ര കാലം കാത്തുന്നില്ലേ, പിന്നെ ഇപ്പം എന്താ, ഒരാഴ്ച കൂടി കാത്തുക്കണമെന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ശരി, മനസ്സിലായോ? സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ചുമ്മാണ് വെറുതെ ഒരു ഗ്യാങ് ആക്കി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു ഗ്യാങ് ആക്കി അങ്ങനെ ഇടാന്നേ ഉള്ളൂ. നമ്മൾ അസറ്റ്സ് കയറ്റുന്നത് ഒക്കെ എല്ലാം ഹോസ്റ്റേജ് പോകുന്നോ? എന്ത് ഗ്യാങ് ആയ ഹോസ്റ്റേജ് പോകൂലേ? ഹോസ്റ്റേജ് ഞാനൊരു മെയിൻ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഓണം വെക്കേഷനാണ്. എല്ലാവർക്കും ഇതേപോലെ പ്രോഗ്രാമും പരിപാടിയായിട്ട് എല്ലാവരും ഫുൾ ടൈം ആക്റ്റീവ് ആവില്ല. അപ്പം ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറാൻ ആളുണ്ടാവില്ല ഈ വീക്കിൽ. എല്ലാവർക്കും പ്രോഗ്രാം ആക്കാരം. ഈ പറയണ കിടുവിന്, ചരണ്, എല്ലാവർക്കും ഇപ്പോൾ ഓണം പരിപാടി വെച്ചിട്ട് തന്നെ അത് വേറെ. ഓണപ്പരിപാടിനെ പറ്റി പറയാൻ വേറെ കുറേ ഉണ്ട്. ഓണപ്പരിപാടി നല്ല സൂപ്പർ പരിപാടിയൊക്കെ ഇക്കുറിക്കത്തെ ഓണപ്പരിപാടി ആരും IRL മിസ് ചെയ്യാൻ നിൽക്കണ്ട. നല്ല സൂപ്പർ പരിപാടിയൊക്കെ. അതിൽ കുറേ പ്ലാൻസ് ഉണ്ട്, കുറേ കരുതി വെച്ചതുണ്ട്. അപ്പോൾ അതൊക്കെ ഇതേപോലെ നമ്മൾ ഓണം പരിപാടിക്ക് സെറ്റ് ചെയ്തിട്ട് തന്നെ ആകെ 20 പേര് കഷ്ടിച്ചേ ഉള്ളൂ. 33 പേരിൽ 20 പേര് 21 പേരൊക്കെ. ഞാൻ പിന്നെ റക്കനോടും സൈഫറിനോടും പിന്നെ അതേപോലെ 1-2 ആൾക്കാരോടൊക്കെ വേറെ പറഞ്ഞിട്ടാണ്
2-3 വീക്സ് എടുക്കുന്നോ? 1 വീക്ക് അല്ലേ അപ്പോ? 2-3 വീക്സ് എടുക്കുന്ന ആരാ പറഞ്ഞത്? പോടാ. 2-3 വീക്സ് എടുക്കുന്ന പറഞ്ഞ ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടോ? അതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്കോഡിൽ കൊണ്ടുവന്നിട്ടാണ്, ഞാനത് കണ്ടിട്ടില്ല. ഞാൻ 1 വീക്ക് കൊണ്ട് തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതിയത്. ഇതിലുണ്ടോ? DC-യിലുണ്ടോ? ഒരു മിനിറ്റ്. എനിക്ക് കുറിപ്പ് മാക്ക്. നമ്മൾ ഗ്യാങ് ആയി, ടുട്ടില്ലാതെ ഒരു മൂഡില്ല. നമ്മൾ ആൾറെഡി ആക്സ്ട്രസിൽ ഗ്യാങ് ഉണ്ടല്ലോ, അവിടെ ടുട്ടിനെയും കൂട്ടി 1 വീക്ക്, ഒരു വീക്കിൽ 3 ഡേയ്സ് എങ്കിലും RP കളിക്കണമേ പ്ലീസ്. വ്യൂസിന് ഒരു ആഗ്രഹമാണ്. വീക്കിൽ 3 ഡേ ആസ്ട്രിക്സിൽ കയറി ടുട്ടിൻ്റെ ഒപ്പം RP കളിച്ച് ലൈവ് ഉണ്ട് പ്ലീസ്. അതൊക്കെ നോക്കാം ബ്രോ, അതൊക്കെ നോക്കാം. അവന്മാർക്ക് ഇവിടെ തന്നെ കളിക്കാനുള്ള എന്തെങ്കിലും ഒരു അറ്റ്മോസ്ഫിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യണത്. നോക്കാം. ഞാൻ പറയട്ടെ, ഒരു സിറ്റിയിൽ വെറുതെ കയറി നിന്നിട്ട് കാര്യമില്ല. നമുക്ക് പ്ലെയേഴ്സും പ്ലെയർ അക്കൗണ്ടൊക്കെ വേണം. അപ്പം ആസ്ട്രിക്സിൽ ഇപ്പോൾ എത്ര കണ്ട് പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഞാൻ ഇപ്പോൾ കുറേ ആയി ആസ്ട്രിക്സിൽ കയറിയിട്ട്. നമ്മൾ അന്ന് പിന്നെ ഈ ഒരു ഇതിൽ ഇറങ്ങിയതാണ്. ഇപ്പോൾ 8 പ്ലേയേഴ്സ് നിലവിൽ ആ സിറ്റിയിലുള്ളൂ. ഇവിടെ എന്താ അവസ്ഥ? എക്സിലാണെന്നുണ്ടെങ്കിൽ 108 പ്ലേയേഴ്സ്. പ്ലേയേഴ്സ് ഉള്ളിടത്തല്ലേ നമുക്ക് പോയി കളിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും അവിടെ ആക്റ്റീവ് ആവുള്ളൂ. അപ്പം എത്ര കണ്ട് അവിടെ ആക്റ്റീവ് ആവാൻ കഴിയുന്നുള്ളതൊന്നും നോക്കാൻ പറ്റില്ല. ചേഞ്ച് ഗ്യാങ് ഡ്രസ് എന്നോ? നിലവിൽ ടെമ്പററി ആയിട്ട് ഗ്യാങ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് കുറവാണ് ബ്രോ. ഞാൻ ഓൾറെഡി ഇത് മിസ്റ്റർ എക്സിലെ ഡെവിൽ ബ്രോ ആണ്. പിന്നെ അതേപോലെ ആഫീസ് ബ്രോ. ഇത് ഞാൻ മാറ്റിയത് ചാറ്റ് ഒന്നായിട്ട് ഓൺ ആവുക അറിയില്ല. ഇല്ല. ആഫീസ് ബ്രോനോട് ഞാൻ മെസ്സേജ് സംസാരിച്ചിരിക്കണ്. പാക്കു ഞങ്ങളെല്ലാവരും ഞാൻ സംസാരിച്ചിരിക്കണ്. അപ്പോൾ നിലവിൽ ഇത് ഓപ്പൺ ആക്കി തന്നതാ. എന്താ പറയുക, നമുക്ക് ഒഫീഷ്യലി വെൽക്കം ഇട്ട് കണ്ട് നമുക്ക് ഇവിടെ ഗ്യാങ്, അത് നിങ്ങൾക്ക് കാണൂല എങ്ങനെ ഇട്ടാൽ. ഇതവിടെ ഗ്യാങ്ങിൻ്റെ നമ്മളെ ഒഫീഷ്യലി ഒരു വെൽക്കം ചെയ്ത്, വെൽക്കം ടു എക്സ്ലാൻഡിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോഗോ പ്രൊവൈഡ് ചെയ്യാനും ലിസ്റ്റ് ഇടാനും പറഞ്ഞാണ്. ലിസ്റ്റ് ബിലാൽ എന്തോ ഇട്ടു എന്ന് പറഞ്ഞാണ്ട് എന്തോ ഇവര് പറയണ കേട്ടിനോടാ. ലിസ്റ്റ് ബിലാൽ എവിടെ ഇട്ടത്? ഞാൻ കണ്ടില്ലല്ലോ. ബിലാൽ ഇട്ടോ ചാറ്റ്? റിമൂവ് ഇട്ടെന്നോ? റിമൂവ് യൂസ് എന്നോ? ഇടിക്കും ഞാൻ ഈ കൈവേറികളൊക്കെ. ഓൾഡ് അല്ലേ? ആ സാധനം നല്ലടാ. പുതിയത് ഇടണം. നമ്മളെ പുതിയ പ്ലേയേഴ്സ് ഉള്ള, എന്താ പറയാ, പുതിയ ലിസ്റ്റ് ഇടണ്ടേ? പഴയ ലിസ്റ്റിൽ അലക്സ്, റെക്സ് അവന്മാരൊക്കെ ഉണ്ട്. അവന്മാരൊന്നും ഇല്ലാത്ത പുതിയ ലിസ്റ്റ് ഉണ്ട്. പുതിയ റിക്രൂട്ടൊക്കെ എടുത്തതിന് ശേഷമുള്ള ലിസ്റ്റ് ഇടണ്ടേ? അതെന്തായാലും അത് കൊണ്ടുവന്ന് ഇടണമെന്നുണ്ടെങ്കിലൊക്കെ പണി. അത് രാത്രിൻ്റെ ഉള്ളിൽ അത് ഇടാന്ന് പറഞ്ഞതാ. എടാ സ്റ്റീവ് 11W, എന്താണിപ്പം, എവിടുന്ന് വന്നു നിന്റെ ഈ യൂസ് റിമൂവ് ഇടാനുള്ള? ഞാൻ ഇടണോ? ഞാൻ ഇടാൻ എന്തുവാടാ? ഞാൻ നോക്കട്ടെ. ഗ്യാങ് ആപ്ലിക്കേഷനിലല്ലേ നമ്മൾ മുമ്പ് ഇട്ടത്? ഇതിൽ ആരൊക്കെ ഇല്ല? റെക്സ് ഇല്ല. പിന്നെ ഇടയ്ക്ക് ചാർലി, ഇക്രു, ജോസ്, ബ്ലേക്ക്, നോക്കിയ, പ്രണവ്, വിപ്സി, പപ്പടം, ഫ്ലഫി, കോഡ്, വീട്, ചരൺ, അലക്സ് ഇല്ല. JJ, മാലിക്, ബിലാല്, കുറുപ്പ്, മാക്ക്. റേഡിയോ നമ്പർ 67. 34. നമ്മളെ ലാസ്റ്റ് ടൈം ഏതായിരുന്നു? 67. എത്രയായിരുന്നു നമ്മളത്? ടക്കായിക്ക് കിട്ടൂടാ. ടക്കായിൻ്റെ ബർത്ത്ഡേ എനിക്ക് തോന്നണത് ഈ മന്ത് ഉണ്ട്. ഒരു 1 വീക്കും കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ ടക്കായിയുടെ ലിസ്റ്റിൽ വെച്ചാൽ മാറ്റാം. ഈ ഗുണ്ടനെ വെച്ചാണ്ട് ഞാൻ ലിസ്റ്റ് പറ്റൂല ചിലപ്പോൾ. അയ്യോ, എഡിറ്റ് 60. നമ്മൾ നേരത്തെ എത്ര ആയിരുന്നു ഇതില്? 60 തന്നെ ആയിരുന്നാ? 7.
പിന്നെ ഇപ്പം ആരൊക്കെ കയറി? ഖാലിദ് ഖാലിദിൻ്റെ ഇതൊക്കെ കോപ്പി ചെയ്ത് എടുത്ത് ഇതൊക്കെ പണിയാ ചേട്ടാ. ഞാനിത് ഒഴിഞ്ഞ് ലൈവ് ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പരിപാടി. ഇതൊക്കെ ലൈവിലിരുന്ന് കണ്ട് നിങ്ങൾക്ക് ബോറിംഗ് ആവും. അയ്യോ, വേറെ ആരാ ഉള്ളത്? 24 ഒരു പ്ലെയറും കൂടി ഉണ്ടല്ലോ. ആസ്ട്രിക്സിൽ. അത് ശരിയാണല്ലോ, ആസ്ട്രിക്സിലെ ലിസ്റ്റ് ഉണ്ടല്ലോ. മണ്ടൻ തന്നെ, എന്തൊരു മണ്ടനാടാ. TGA 67 ആണ്. 67 TGAൻ്റെ ആണെന്നോ? ശരി. ഇല്ല, അയ്യോ ഇത് ഇവിടെ പോയിരുന്നു ഞാൻ. ഗ്യാങ് മെമ്പേഴ്സ് അപ്ഡേറ്റ്, ഗ്യാങ് മെമ്പേഴ്സ് ലിസ്റ്റ് ഇതിലാണ് നമ്മൾ ഇട്ടത്. ഒരു ചാറ്റ് XT KTD പങ്ക് FTH ഇതിലെവിടെയാടാ നമ്മളത്? TRC XT. ഇതെന്താ ലൂപ്പാ? അതില് വന്നതന്നെ പിന്നെയും വരുന്നെന്താ? ചാറ്റ് ഇതെന്ത് വന്ന് തന്നെ പിന്നെ വരുന്ന പോലെ തോന്നുന്നുണ്ടോ നിങ്ങക്ക്? അത് എൻ്റെത് ബഗ്ഗായ? എടാ ZM ഇല്ലല്ലേ, മാറി തോന്നുന്നുണ്ട്. എടാ എന്താ നമ്മളത് കാണാത്ത? ഗ്യാങ് റിക്വസ്റ്റിലാണ് നമ്മളത്. RMD ആ അത് ശരിയാണല്ലോ. ഞാൻ ഇപ്പോൾ ഏതിലാണ് നോക്കിയത്? ഗ്യാങ് എയിലെ ഞാൻ നോക്കിയതപ്പോൾ ഗ്യാങ് മെമ്പേഴ്സ് ലിസ്റ്റിലോ എയിലപ്പോൾ നോക്കിയത്? NBXT. ഇതാ കിടക്കുന്നത്. കോപ്പി ആസ്ട്രിക്സിൽ DC നെയിം ചേഞ്ച് ഉണ്ട് കുറേ പേരുടെ. ഇത് അങ്ങനല്ലടാ, ഇത് ഇത് പ്രശ്നം വരൂല ഇതില് ബ്രോ. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇതെന്താ പറ്റിയേ? ഇത് ഡിലീറ്റ് ആക്കാൻ പറ്റൂല? ഡിലീറ്റ്. ഇതിൽ ഞാൻ ആഡ് ചെയ്യാനുള്ളത് ബർഗണ്ടി ഗോൾഡ് ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ അവിടെ ബർഗണ്ടി വന്നു. ആരെ അപ്പോൾ അതിൽ ബർഗണ്ടി കയറ്റി? അവിടെ നോട്ടല്ലേ പറഞ്ഞാൽ ബർഗണ്ടി. ഇത് നമ്പർ കിട്ടൂല. ഗ്യാങ് റേഡിയോ 67. എടാ ഇത് ആരാ പറഞ്ഞത് 67 ഇവർ തന്നെയാണെന്ന് ഉറപ്പാണോ? PGൻ്റെ പക്കൂന്നോ? പോടാ ഉണ്ണേ. ടുട്ട് റിമൂവാ പാവം. എടാ ഗ്രീസ്മാൻ ഒന്നും വരൂല. അതാ കണ്ട കിഡു W അങ്ങനെ തന്നെ വരുള്ളൂ. ഫ്ലഫി പ്രണവ് അലൻ ഇക്രു ജക്കായി ടക്കായി ഉണ്ട് ഇതില്. ടർബോ പാവം. മിന്നൽ പാവം. ഉസ്മാനോടെ ഉസ്മാൻ പാവം. ചാരൻ ചോദിച്ചോ? ചാർലി ജാക്കി ചാൻ ബ്ലേക്ക് സാംസുലേക്ക് അല്ലല്ലോ. സാംസുലേക്ക് തന്നെ ആയിരിക്കും. ഇവരൊക്കെ പേര് ഒറിജിനൽ പേരിട്ട് കൊടുക്കണം. പപ്പടം
വിനീത് ഇസ്മായിൽ റക്സ് ദി ഗോഡ് എസ് പവറിന്റെ അണ്ടി നോക്കിയ ജെ ഡിവൈനോ അത്രക്കാണ് വേണ്ട ഡിവൈൻ വേണ്ട ജെ നല്ലനെ റഫി മാലിക് വിപ്സിക്ക് ഇടും മാധവനുണ്ണി ഒന്നും വേണ്ട ഇത് കാര്യമൊന്നുമില്ലടാ ഇത് ചുമ്മാ ഇടുന്ന ഇത് ഇവരെന്താണോ സിറ്റിക്കകത്ത് ഇടുന്ന ആ പേരെ വരുള്ളൂ ഇവർക്ക് ഇവിടെ കൊടുക്കുന്ന ആ പേര് തന്നെ വരുള്ളൂ ഇത് ഞാൻ കൊടുക്കുന്ന പേരാവൂല ഇവിടെ വരിക ഡബ്ല്യൂ എന്നാ എന്തിനാടാ എടാ ഇതിൽ ഞാൻ ആരൊക്കെ ആഡ് ചെയ്യാനേ ഇതെന്താടാ ഇങ്ങനെ ഖാലിദ് ഉണ്ട് ഡ്രീം ഉണ്ട് അല്ലേ തലപതി ഏറൻ എടാ ഇത് കുറേ ആൾക്കാരെ ആഡ് ചെയ്യണ്ടടാ ഇവരിതൊക്കെ അവിടെ പോയി ഇവിടെ വന്ന് കോപ്പി ചെയ്ത് ഇടുമ്പോഴത്തേന് ഇത് ലേശം ടൈം എടുക്കും അതാ പ്രശ്നം അല്ല ഇത് ഇങ്ങനെ കോപ്പി ചെയ്ത് പിന്നെ അവിടെ പോയി പേസ്റ്റ് ചെയ്ത് എന്തോരം പണി ഉണ്ടടാ അറിയാളെ നിങ്ങൾ എന്നെ പണി എടുപ്പിക്കാനായിട്ട് വന്നാണ് RG7 എറൻ RG7 ഡ്രീം പിന്നെ RG7 തലപതി അത് തന്നെയല്ലേ ഉള്ളൂ വേറെ ആരെങ്കിലും വിട്ടു നമ്മള് ഇതിൽ ഇവനില്ലേ നള്ളില്ലേ ബിസി പോലാ ഈ ഒരു കൊട്ടം പൊട്ടന്മാര് അതാ അവിടെ മണുങ്ങാൻ ഇവിടെ ഉണ്ടല്ലോ ഹലോ എന്താ സ്ക്രീൻ ഷെയർ ഷേക്ക് എന്ത് സ്ക്രീൻ ഷെയറാടാ നാറി ലിസ്റ്റ് ഇടുന്ന കാട്ടത് ലിസ്റ്റ് ഇടാനും തൊട്ട് സെർച്ച് അയ്യോ എന്നെ വിളിച്ചാണ് അറ്റടിച്ചാ കിട്ടും പേര് പറഞ്ഞല്ലോ ഓരോരുത്തരുത് ഇല്ല കിട്ടിയല്ലോ ഇത് ഷെയ്ക്കിനെ വലിച്ചിട്ടാണ് ഷെയ്ക്കെ 24 വെയിറ്റ് അല്ലടാ നീയാ വിളിച്ചു ഞാൻ ഇപ്പൊ ആരതാടാ കോപ്പി ചെയ്തത് നള്ള് എന്താണത് എന്നെ ആഡ് ചെയ്തോ കൊഴപ്പില്ല ഷെയ്ക്കേ ആര് നിന്നാ എന്നാ ആവുന്നേ എന്റെ ഇപ്പൊ ആവൂല്ലേ ഷെയ്ക്കേ നിന്റെ ഇപ്പൊ ആവുന്ന പറഞ്ഞിട്ട് നിന്നെ എടുക്കാൻ പറ്റൂല എന്നാടാ പറയുന്നത് വിളിക്കണ ഒന്ന് ബ്രാഹ്മനെ വിളിക്കട്ടെ എന്നാലേ എന്നാ വിളി അല്ല ആര് ഞാൻ വിളിക്കൂല അല്ല ഇനിയും 3 പേര് എടുക്കാണ്ടല്ലോ 1 2 3 റിനു റേ തന്നെ ഉള്ളൂ പിന്നെ ഒരാളും കൂടി ഉണ്ടാവണം 25 റിനു അത് അറ്റടിച്ചിട്ട് ഇതടിച്ചാൽ മതി കെക്കണ്ണൻ അടിച്ചാൽ മതി കെക്കണ്ണൻ അണ്ടി ഇവനല്ലേ എന്ത് പേരാന്നടാ ഇവന്റെല്ലോ തലപതിനെ എഴുതിയില്ല ചാരിത തലപതി ഇവിടെ എഴുതി തലപതി ഇനി കാലിത് മേലുണ്ടല്ലേ ഓക്കെ അതൊക്കെ ഉണ്ട് പിന്നെ ഒരാളുണ്ടല്ലോ ആരായിരുന്നു ഓ ടക്കായി അണ്ടറേജ് സോറി ടക്കായി ഡ്രീം എഴുതി ചാറ്റ് ഡ്രീം എഴുതി നമുക്ക് ആരാ 33 4 ടക്കായി ഉസ്മാൻ ടർബോ മിന്നൽ 29 പേര് വേണം 26 1 27 28 29 റെഡിയാ ഇത് കറക്റ്റ് വരാം ബാനുവിന്റെ എന്താടാ ബാനുവിന്റെ എറൻ തന്നെയാ എറൻ അറ്റടിച്ചിട്ട് ഇല്ല അല്ല ആണ് എറൻ അല്ല ഏറൻ ഇല്ലടാ ബാനുവിന്റെ കാണുന്നില്ല ബാനുവിന്റെ നീ ഇതൊന്ന് അയച്ചെന്നാണ് ഡ്രീമിന്റെ ഡ്രീം അടിച്ചാൽ മതിയോ ചെലപ്പോ ഇല്ലടാ മരുതൊന്നും കിട്ടൂല മനസ്സിലായ തലപതിന്റെ റിനു ഓസ്കാരിയ ഇല്ലട്ടാ ആണോ ആര് റയൻ ടി പി അതാ ടി പി ഒന്ന് റിമൂവ് ഇടണം റയൻ ആദ്യം ഇന്ന് ഞായറല്ലേ
ആ അവന്റെ റേനെ വിളിച്ചിട്ട് ടി പി ഒന്ന് റിമൂവ് ഇടാൻ പറ. ഇന്ന് രാത്രി 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഇടണം. റിനു അഭിലാനെ റിനു വിളിക്കണം. ഇല്ല ഇത് എന്തായാലും ഇവിടെ ഇടാം, എഡിറ്റ് ചെയ്യാൻ പറ്റും. 1 2 മറ്റ് 3 4 പേർക്ക് റോള് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇത് ഡിസ്കോഡ് ഐഡി ഇട്ട് കൊടുത്താൽ ലോക്കിയാ. എന്ത് ലോക്കി? കോപ്പി നമ്മൾ റിക്രൂട്ട് വിളിക്കാതെ എന്ത് ലോക്കിയാ? റേ 8 5 സ്റ്റാർ തലപതി തലപതി. ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ വെറുതെ ഇരുന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം, അതാണ് ഞാൻ ആലോചിക്കുന്നത്. കിടന്നുറങ്ങിയിട്ട് എങ്ങനെ പൈസ കിട്ടും, അതിൻ്റെ ഇപ്പോൾ യൂട്യൂബിൽ ഫുള്ള് ഞാൻ അങ്ങനത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈറ്റ് 5 സ്റ്റാർ ഡൂ നത്തിങ് അല്ല. അയാളുടെ അഷ്കലെരുമേലു അതാരാ? കുണ്ണെ നിന്റെ പേര് തന്നെയാണല്ലോടാ, ചാറ്റിട്ടോന്റെ പേരാണല്ലോ അത്, അഷ്കലെരുമേല്. എന്ത് കഷ്ടം നോക്കടാ. ഈ കുണ്ണാളോട് ഒന്നും പറയാൻ പറ്റൂല. വെറുതെ കടന്നാണ്ട് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിനാണ് ഇവന്മാര് ഉമ്മിടുന്നത്. കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി അത് വേണം. എറന് തലപതി. ആ കുടുങ്ങി മനുഷ്യൻ. അതാ ഞാൻ നോക്കുന്നത്. ശരിക്കും നമുക്ക് പണറായാലോ. നീ അങ്ങനെ എൻ്റെ പണറാവണ്ട. ഞാൻ എഡീസി ഒക്കെ ഒന്ന് നോക്കട്ടെ ചാറ്റ്. ഞാൻ എന്തൊക്കെയോ പറയാൻ വേണ്ടി വന്നേനെ, അപ്പോത്തിന് ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് ആപ്ലിക്കേഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ്ട് പറഞ്ഞാണ്ട് നിങ്ങൾ എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്തു. നമുക്ക് ഡീസി റിയാക്ട് ചെയ്യാം, ഞാൻ ഓർമ്മ വരുമ്പോൾ പറഞ്ഞുതരാം. അതല്ല ആ ഇതാണ് ഓനെ നാളെ വരുന്നത്. നോക്കിയാ എന്ത് 110ന്റെ മൽദീനി ബ്രോ, 110ന്റെ മൽദീനി, 108ന്റെ നെസ്റ്റീം. നാളെ ഞാൻ ഒരു പൊളിക്കും മുത്തേ. നാളത്തെ എൻ്റെ സ്പിന്നിങ് ഉണ്ടാവും. നാളെ എന്താഴ്ചേ? നാളെ നല്ല നാളെ തിങ്കളാഴ്ച. ചാറ്റ് ഇത് ഈ മൽദീനല്ല, കിഡിലും കാടേകാരം കൺഫേമാ. മൽദീന് പണ്ടേ നമ്മൾ ബാക്കായിരുന്നു, പക്ഷെ ഞാൻ എന്തോ ഒരു ഇതിൽ എനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് മൽദീനിൻ്റെ ഇത് ഇതാക്കാൻ പറ്റിയില്ല. നമ്മ ചാറ്റ് എന്തെങ്കിലും ഉണ്ടടാ? ചാറ്റ് ഒരു മിനിറ്റ്. ഇല്ല പെസിന്റെ ഐഡി മാത്രമേ ഉള്ളൂ. ഐഡിയ പെസിന്റെ റൂം ഐഡി മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഞാൻ മറ്റേ സ്ക്രീൻ ഫയലൊക്കെ കണ്ടിട്ടില്ല നീ? അത് റീഷേഡാ സീല്ല. ഇതാരാ? ആൻഡ്രോ പിർലോ. അതിലോ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ആന്ധ്ര ബിർലാവൊന്നും വേണ്ട, എഡിറ്റ് ചെയ്യുന്നുണ്ട്. ആ യൂസർ ഐ ഡി മാത്രം കോപ്പി ചെയ്താൽ മതി. മാക് ഗെയിമിങ് ഹായ് ഷെയ്ക്കുന്നല്ലേ? പോടാ കുണ്ണേ, നീ ഒന്നും എൻ്റെ ഫ്രണ്ടല്ല. ശരിക്കേ ഐ ഡി മാത്രം അതാ. ഇതിങ്ങനെ കിട്ടിയിട്ട് എന്താ കാര്യം? അതെടുക്ക്. എന്നിട്ട് അതെടുക്ക് പേര് മറ്റേ ലിസ്റ്റ്. മിസ്റ്റർ എക്സ് മീറ്റിംഗ് നാളത്തേക്ക് ഷെഡ്യൂൾ ചെയ്തോ ബ്രോ. ഇന്ന് മിസ്റ്റർ എക്സ് ഇല്ലാന്ന് പറഞ്ഞു ഓൾറെഡി. അതിപ്പോ ആരതാ എടുത്തേ? ഇത് ആരതാ എടുത്ത് എനിക്കറിയില്ല. ആരതാ ഫസ്റ്റത്തെ? ആരതേനു ഫസ്റ്റത്തെ? നോക്കട്ടെ. റീനു അല്ലേ? റിനു. എന്നിട്ട് കൺട്രോൾ അടിക്കുക. അങ്ങനെ അറ്റടിച്ചിട്ട് ഇതടിക്കണം. അതിന്റെ അറ്റിന്റെ അപ്പുറത്ത് ഒരു ഇതടിക്കണം. മറ്റേ ബ്രാക്കറ്റ് ഇല്ലേ, ത്രികോണ പോലത്തെ ബ്രാക്കറ്റ്. ത്രികോണം പോലത്തെ ബ്രാക്കറ്റ് ഇതാ? അല്ലല്ല, ഞാൻ എന്നാ അതും കൂടി ആക്കിയിട്ട് അയച്ചുതരാം. എന്നിട്ട് ഷെയ്ക്ക് എടുത്താൽ മതി. ഫുള്ളാക്കിയിട്ട് അയച്ചുതരാം. ഫുൾ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് 2-3 വീക്സ് ആവും മെയിൻ സിറ്റി അപ്പ് ആവാൻ. ഒരു ഫിക്സ്ഡ് ഡേറ്റ് ഇല്ല, ഇനി കുറേ ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട് ബ്രാവോ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും അസറ്റ്സ് തിരിച്ചു കൊടുക്കും. സോ നാളെ മുതൽ ഫുൾ എല്ലാ ഗ്യാങ് സിറ്റും ആയിരിക്കും. നമ്മൾ സിറ്റിസൺ ആവുമ്പോൾ ഇങ്ങോട്ട് വരും പിന്നാക്കോ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് കൺഫേം ആണോ ബ്രോ? എടാ ഇതുള്ളത് തന്നെടാ, സിറ്റി വരാൻ ടൈം എടുക്കോ? അതെ അങ്ങനെ പറഞ്ഞത്. എന്ത് ഷെയ്ക്ക് എക്സ് നോക്കിയ നമ്മളൊക്കെ ഔട്ടായി പോ. എടാ നീയേനെ എവിടെ ഉള്ളടാ? നിന്നെ ഞാൻ ഇന്ന് രാവിലെ മുതൽ വിളിക്കുന്നുണ്ട് മാലിക്കെ. രാവിലെ തൊട്ട് ഒരു സാധനം ചെയ്ത് തീർക്കാനുള്ളതുണ്ട്. നീ രാവിലെ തൊട്ട് നീ പറഞ്ഞ് മറ്റേ ഓണത്തിന് കോടി എടുക്കാൻ പോകണം, ഓണത്തിന് മുണ്ട് എടുക്കാൻ പോകണം, ഓണത്തിന് ഡ്രസ് കോഡ് എടുക്കാൻ. കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഇതന്നെ ഫുൾ ടൈം. ഗാലറി ചക്ക എന്ത് ഗാലറി?
ബാലിക്ക് ഇന്ന് ടെന്നമ്മലായിരിക്കുന്നോ എനിക്കറിയില്ല ബ്രോ. ഇന്ന് എന്തെല്ലോ ആവശ്യത്തിന് പുറത്ത് പോവാണ് പറഞ്ഞ് പോയതാ, പിന്നെ വന്നിട്ടില്ല. ശരിക്കും ഡിസൈൻ അയക്കുന്നോ എന്തിന്റെ? നാളെ മുതൽ അസറ്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും, ഗണ്ണ് എക്സെട്ര ഒക്കെ. എടാ അങ്ങനെ ആക്കി 2 വീക്സ് 3 വീക്സ് ഇനി നോർമൽ ഈ സിറ്റി തന്നെയാണ് ഓടുന്നത്. 3 എന്നൊന്നും പറഞ്ഞിട്ടില്ല, 2 എന്ന് പറഞ്ഞു. 2 1 2 അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. 3 എന്ന് പറഞ്ഞിട്ടില്ല, 1 2 എന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഗ്യാങ് ആവാ ഗൈസ്, അതാ നല്ലത്. കാരണം നമ്മളപ്പോഴുള്ള എലൈറ്റ് ഗ്യാങ്ങുകൾ ഓൾറെഡി സിറ്റിയിൽ ഗ്യാങ് ആയി നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഗ്യാങ് ആവാതെ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ വരുന്നത് തന്നെ എലൈറ്റ് ഗ്യാങ് ആയിങ്ങാണ്ട് ടൈം എടുത്ത് പയ്യെ വന്നാൽ മതി എഴുതിയിട്ട് അത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഇന്നിപ്പോൾ വരുമല്ലോ എന്ന് എഴുതിയിട്ട് ലിസ്റ്റ് ഇടാതെ ഇത് മീറ്റ് ചെയ്യാതൊക്കെ. ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് പ്രോപ്പറായിട്ട് മിസ്ട്രക്ഷനെ മീറ്റ് ചെയ്ത് നാളെ തന്നെ ഒഫീഷ്യലി ഗ്യാങ് ആവാം. നമ്മൾ നിലവിൽ നമ്മളടുത്തുള്ള കളർ ഓൾറെഡി ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, സെർവർ സൈഡ് അയച്ചു എഡിറ്റ് ചെയ്തേക്ക്, ശരിക്കും കൊടുത്തിട്ടുണ്ട്. എഡിറ്റ് വെയിറ്റ് ചെയ്ത്. ചെയ്യും, ഞാൻ സംസാരിക്കട്ടെ കുണ്ണെ, ഇന്റെ തലയിൽ ഓക്കെ ഇതൊക്കെ ഓക്കെ, പോകും മുണ്ടല്ലേ. സോറി. ഇതാണ് നേരത്തെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മള് ആസ്ട്രിക്സിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗ്യാങ് ഡ്രസ്സും ആ ഗ്യാങ്ങിന്റെ കളറും ഓൾറെഡി നമ്മൾ ഇവിടെ സെർവർ സൈഡിൽ കൊടുത്തിരിക്കണം. അപ്പം ഇവരിത് അപ്രൂവ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ടുമോറോ നമുക്ക് മിസ്റക്സിനെ മീറ്റ് ചെയ്ത് നാളെ തന്നെ ഒഫീഷ്യലി ഗ്യാങ് ആവാം. ഗാലറി ചക്കോ, എന്ത് ഗാലറി എന്നാടാ? ആ ഇതോ, അതാണ് ഒരു മെയിൻ തിങ് നമുക്ക്. പിന്നെ ബാക്കിയുള്ള അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി, ഇതാണ് ഗാലറി ചെക്ക് പറഞ്ഞ സ്പാം വന്നതടാ. ഇത് മറ്റേ ടീമിൻ്റെ അല്ലേ? അത് നോക്കാം, ഞാൻ അതിൻ്റെ ഡിസൈൻ നോക്കിയിട്ടില്ല ബ്രോ. അതൊരു ടീം നമുക്ക് ഡ്രസ്സ് ചെയ്തുതരാമെന്ന് പറഞ്ഞതായിരുന്നു. ജി വി ഓൾറെഡി ഒന്ന് ചെയ്ത് വെച്ചത് ഉണ്ടല്ലോ ബ്രോ നമ്മളുടെ അടുത്ത്. ഖാലിദ് നാളെ പോവാണ്, നാളെ തിരിച്ച് ദുബായ് പോവാണ് ഖാലിദ്. ജി വി ഓൾറെഡി ചെയ്ത് വെച്ചോന്നുണ്ട്. GH മോസ്റ്റ് പ്രോബബ്ലി നമ്മളെ ഓൾഡ് GH തന്നെ ആയിരിക്കും, ടെമ്പററി ആയിട്ട് എടുക്കുക. ആസ് യൂഷ്വൽ പണ്ട് തൊട്ടേയുള്ള നമ്മളെ ആ സാധനം. പിന്നെ ലൊക്കേഷൻ അത് വേണ്ടാന്നൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല, അതേ എടുക്കുള്ളൂ, മനസ്സിലായോ? വന്ന വഴി അവിടെ തന്നെ തുടങ്ങും, അത് ഇവിടെയാണെന്നുണ്ടെങ്കിലും. പിന്നെ ഓൾഡ് ലൊക്കേഷൻ എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല, അതിപ്പോൾ നിലവിൽ VHൻ്റെ കയ്യിലല്ലേ. ലൊക്കേഷൻ്റെ കേസിലൊന്നും അത് നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നമ്മളെ ഗ്യാങ് ഹൗസ് ആയിട്ട് കാണുക. വേറെ ഗ്യാങ് ഹൗസ് നമ്മൾ ലൊക്കേഷൻ എവിടെ നോക്കിയിട്ട് ചോദിച്ചു നോക്കാം. മണി ടോക്സ് വന്നോ? മണി ടോക്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ല ബ്രോ, കുറച്ചുകൂടി ടൈം എടുക്കും. റിക്രൂട്ട്മെന്റ് സൂൺ ഉണ്ടോ? നാളെ ഇപ്പോൾ ഒഫീഷ്യലി ഗ്യാങ് ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ടൊക്കെ എടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ കുറച്ച് കാര്യങ്ങൾ തീരുമാനമാക്കാനുണ്ട്, മനസ്സിലായോ? ആദ്യം ഇപ്പോൾ എനിക്ക് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ പ്രോഗ്രാം എനിക്കിപ്പോൾ പ്രയോറിറ്റി. വ്യാഴാഴ്ച ആകുമ്പോഴത്തിന് കുറേ കാര്യങ്ങൾ തീരുമാനമാക്കാനുണ്ട്. അത് നമ്മളെ RG7ൻ്റെ ഫസ്റ്റ് ഓണാണ്. അത് ഒരു നല്ലൊരു ഓണപരിപാടിയാക്കി മാറ്റണം. ഒരു നല്ലൊരു IRL വെച്ച് നല്ലൊരു കിടിലം പോലത്തെ ഒരു ഓണപരിപാടി ആക്കണം. മുമ്പ് എന്താ പറയുക, തൊപ്പിൻ്റെ ഗ്യാങ് ഹൗസിൽ അവിടെ MRG ഗ്യാങ് ഹൗസിലുണ്ടായിരുന്ന ഓണപരിപാടി നടത്തിയതിനേക്കാൾ നല്ലൊരു ഓണപരിപാടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടത്തണം, നോക്കാം. മാക്സിമം നല്ലൊരു പരിപാടി ആക്കണം. നമ്മൾ RG7ൻ്റെ ഫസ്റ്റ് പരിപാടിയല്ലേ, മോശമാക്കൂല എന്തായാലും. ഫ്ലഫി PCയോ? ഫ്ലഫിൻ്റെ PC ഒക്കെ ഫ്ലഫി തന്നെ സെറ്റാക്കുന്നുണ്ട്. ഷെയ്ക്കിൻ്റെ പുലിക്കളി, മാക്കിൻ്റെ വാണാടി ഉണ്ട് സെയിം ഡേ. തൊപ്പി വരുമെന്നോ? ഇല്ലടാ, ഇല്ല ഞാതൊന്നും ഉണ്ടാവില്ല. ഞാനത് ഇപ്പോൾ അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ല, ഇവിടെ എന്താ അവസ്ഥ എന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഓർഗ് എന്നുള്ളത് അത് ഞാൻ തമാശ പറഞ്ഞതല്ല. ഞാൻ എന്തായാലും അത് ഈ പറഞ്ഞ ഒരു RP എന്നുള്ളൊരു സാധനത്തിൽ മാത്രം ഒതുക്കി കൂടാതെ നമുക്കതൊന്ന് വൈഡാക്കണം.
അത് മാക്സിമം നമ്മൾ BGMI ഈ ബസ് ഫുട്ബോള് ബസ് ആ ഈ ഫുട്ബോൾ അത് ഞാൻ കുറച്ച് ഒന്ന് മാക്സിമം അത് വെൽ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അത് ഇടയ്ക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ ഇയർ എങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുട്ബോളിൻ്റെ ഒക്കെ ഒരു ടൂർണമെൻറ്റ്, വൺസ് ഇൻ എ ഇയർ ഒക്കെ BGMIൻ്റെ ഒരു ടൂർണമെൻറ്റ്, അതൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട്. അത്യാവശ്യം നല്ല പ്രൈസ് പൂളൊക്കെ ഉള്ള, നന്നായി ഹോസ്റ്റ് ചെയ്യാൻ പറ്റണേ. വാലറന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 0 നോളേജാണ്. ആ ഗെയിമിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. അതിൻ്റെ വേറെ ബാക്കിയുള്ള കാര്യത്തിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. അതിൻ്റെ അത് ക്ലാനാണോ, അതിൽ എങ്ങനെ ഒരു ഓർഗ് പോലെയാണോ, ആ ഡോട്ടാമയും വന്ന് ഈ പൊലയാടിനൊക്കെ ഇറക്കി വിട്ടാടാ ഇതിനെ, ഇറക്കി വിടും പിന്നെ. പിന്നെ വിപ്സി ഉണ്ടല്ലോ. വിപ്സി ഇപ്പോ VCയിൽ അങ്ങനെ വല്ല കാണാറില്ല. പക്ഷെ വിപ്സി ഒക്കെ ഉണ്ട്, വിഷയമൊന്നുമില്ല. FF എടാ ഞാൻ പറയട്ടെ, ഫ്രീ ഫയറിനൊക്കെ അതിന് മാത്രം ഇതുണ്ടോ, ഓഡിയൻസ് ഉണ്ടോ? വാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാൻ പറയട്ടെ ഓഡിയൻസിൽ ഇപ്പോൾ നമ്മളടുത്ത് തന്നെ ഉള്ള ഒരു 3000-4000 ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് ആണ്, ഇത് കാണാൻ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പം BGMIയും അതേപോലെ ഈ ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഫൈനലെങ്കിലും വന്ന് കാണാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. മനസ്സിലായോ അല്ലേ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളിപ്പോൾ ഒരു BGMIൻ്റെ ഒരു ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഫുട്ബോളിൻ്റെ ഒരു ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഫൈനലെങ്കിലും നിങ്ങൾ കാണാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പക്ഷെ ഫ്രീ ഫയറിന് അങ്ങനെ ഒരു ഫൈനലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ ഇൻട്രസ്റ്റഡ് ആവുമോ? നോ. അത് പോളൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഫുള്ള് ചാറ്റിൽ നോ തന്നെയാണ്. അവിടെ ഒരു പോൾ ഇട്ടാന്നടാ ഫ്രീ ഫയറിൽ ഓർഗ് അല്ലെങ്കിൽ ഒരു ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റി, ടൂർണമെൻ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റി. ഓൾറെഡി ഞാൻ പറയട്ടെ, നമ്മളെ ഫാമിലി ഗ്രൂപ്പ്സിൽ, നമ്മളെ വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പിലുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് മാത്രം, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് മാത്രം സൂൺ ഒരു ഇതുണ്ടാവും, ടൂർണമെൻ്റ് ഉണ്ടാവും. എനിക്ക് തോന്നണത് ചിലപ്പോൾ ഒരു 20-25K ഒക്കെ ആയിരിക്കും അതിൻ്റെ പ്രൈസ് പൂള്. 25K മാക്സിമം പ്രൈസ് പൂൾ ഉണ്ടാവും ഈ ഫുട്ബോളിന്. അത് 8 മിനിറ്റിൻ്റെ ഗെയിം പ്ലേ, അങ്ങനെ അത് പ്ലാൻ കറക്റ്റ് ഇപ്പോൾ പറയാനായിട്ടില്ല. അത് സൂൺ ഉണ്ടാവും. നമ്മളെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് മാത്രം, അതിലുള്ള ബെസ്റ്റ് കളിക്കുന്ന ആൾക്കാർക്ക് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. അത് ഇതേപോലെ ആരെങ്കിലും വെച്ചാണ് നമ്മളത് ഹോസ്റ്റ് ചെയ്യും. മേ ബി നോക്കിയ അല്ലെങ്കിൽ മാലിക്കോ ആരെങ്കിലും അത് ഒരു ടൈം കൊടുത്തുകൊണ്ട് ഹോസ്റ്റ് ചെയ്യും, നമ്മളെ ഫാമിലി ഗ്രൂപ്പിലുള്ളത്. അതൊരു ടൈം നോക്കിയിട്ട് എപ്പോഴാണെന്ന് നോക്കിയിട്ട് പറയാം. മാക്കോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഹോസ്റ്റ് ചെയ്തോളും. നല്ല ഹോസ്റ്റാ. എന്ത് നല്ല ഹോസ്റ്റ്? നല്ല ഇങ്ങോട്ട് ഹോസ്റ്റ് എന്നാണോ? പൂള് പോയോ? പൂള് കഴിഞ്ഞോ? കണ്ടില്ലല്ലോ പൂള്. 60-40. 60 എന്താ വേണമെന്നാ? നോ 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 60 വേണ്ടാന്നാ പറഞ്ഞത്. ഉണ്ടെന്നോ? അയ്യോ, സ്റ്റിൽ 41% ആൾക്കാർ മറ്റേ ഇതാണ്, മനസ്സിലായോ? ഫ്രീ ഫയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഉണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് കൺസിഡർ ചെയ്യാം. ഗ്ലൂ വേൾഡ് ആയാലോ എന്നാ? എടാ ഈ ഗ്ലൂ വാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മറ്റേ സാധനല്ലേ, ഷീൽഡോ എന്താണ്? ഷീൽഡ് തന്നെ. അതിപ്പോ കേട്ടാ ഫ്രീ ഫയർ. അല്ലല്ല, ഇത് പറഞ്ഞ് ചാറ്റിൽ പറഞ്ഞ് മനസ്സിലാവലോ തുടങ്ങി നമുക്ക്. FC നമ്മുടെ കൂട്ടത്തില് പ്ലെയർ ഉണ്ടേ, പേടിക്കണ്ട. കോഡ് അതൊന്നും ആരും പ്ലേയേഴ്സ് ഇല്ല ബ്രോ, ഒക്കെ ചെറിയ കമ്മ്യൂണിറ്റി ആയിരുന്നു FC മൊബൈൽ. പക്ഷെ ഞാൻ പറയാം, കുറേ പേർക്ക് അറിയാത്തോണ്ടാ ഈ ഫുട്ബോള് സ്റ്റിൽ ഒരുപാട് പേര് കളിക്കുന്നതാണ്. എത്ര കാലമായി, ഞാനൊക്കെ +1 പഠിക്കുന്ന സമയത്ത് PES 2016-17 തൊട്ടേ നമ്മൾ കളിക്കുന്ന. അപ്പം അത്രയും കാലം തൊട്ട് ഇപ്പോഴും സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ഗെയിം കൂടിയാണ് ഈ ഫുട്ബോള്. പിന്നെ അതേമാതിരി BGMI ഒക്കെ. അപ്പോൾ അതെന്തായാലും നമുക്ക് അതിൽ രണ്ടിലും എന്തായാലും നമ്മൾ ഈ ഓർഗ് എന്തായാലും RG7ൻ്റെ ഓർഗ് നമുക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിക്ക് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരണം. അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യണം. കമ്പുവാ ഇല്ലടാ, ഞാൻ പറയട്ടെ, എനിക്ക് ഈ സാധനം അറിയില്ലടാ. ടൂർണമെൻറ്റ്
ഈ ടൂർണമെന്റ് ഫുട്ബോൾ ഈ ജയിക്കുള്ളൂ. ഫുട്ബോളേ ഈ ജയിക്കുള്ളൂടാ. ഫുട്ബോൾ കാരണം ജയിക്കുള്ളൂ. ഈ ഫുട്ബോൾ നമ്മളെ ഓഡിയൻസിലൊക്കെ പിന്നെയും മാക്സിമം കുറെ പേർക്ക് ഈ ഫുട്ബോളാണ് ഒന്നും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം. ബാക്കിയുള്ള മറ്റേ ഗെയിമുകളൊന്നും അല്ല അതില് ഫുള്ള് വോട്ട് അതറിയില്ല. വീഴുന്നുമില്ല. കുറെ പേര് വോട്ട് പോലും ചെയ്യുന്നില്ല അതില്. ഉം. കൂടിപ്പോയ അല്ല ഞാൻ മൊത്തം തന്നെ പറയട്ടെ, ഒരു അതിന് 1000 വോട്ടേ വീണുള്ളൂ. ഗെയിമേഴ്സ് ആയി നിൽക്കുന്ന കുറച്ച് പേരെ ഉണ്ടാവുള്ളൂടാ. മനസ്സിലായോ? ബാക്കി കുറെ പേര് നമ്മളതില് കുറച്ച് ഫാമിലി കാണുന്നവരുണ്ട്, അല്ലാതെ ഗെയിമേഴ്സ് അല്ലാത്ത വ്യൂവേഴ്സ് ഉണ്ടാവും. അവരൊന്നും എന്തായാലും വോട്ട് ചെയ്യില്ലല്ലോ. മിനിമിലിറ്റിയെ പബ്ജി പി സിക്കൊന്നും ഇതില്ലടാ. നമ്മുടെ അടുത്ത് പ്ലേസ് PUBG PC അതിനൊന്നും. നല്ലൊരു സംഭവമാണ് കേട്ടാ. പക്ഷെ നമ്മളെന്നെ കളിക്കേണ്ടി വരും ഇരുന്നിട്ട്. ടൂർണമെന്റ് ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് കൊടുക്കാനോ? മൊത്തത്തിൽ നടത്തേണ്ടി വരും. ലിസ്റ്റ് കൊടുത്തല്ലോ ഓൾറെഡി. ഭാഷ എന്തേ? ഞാൻ ഇട്ടണ് ജയിക്കാം DML. എന്റെയോ? ഉം. ഇങ്ങനെ ഇട്ടാ മതിയോ ചുമ്മാ? അല്ല അത് അത് ലാസ്റ്റ് ജയിക്കുന്ന ജയിക്കാറില്ല. ആ ലാസ്റ്റ് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ മതി. സെയിം സാധനം ഇട്ടിട്ട് അങ്ങനെ ക്ലോസ് ചെയ്താൽ അത് മതി. ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷെയ്ക്കിന് ടാഗ് ആയി വരും. അത് ആരെയും ഇത് റീനു അല്ലേ? റിനു ഫസ്റ്റ് റിനു. ഇതെങ്ങനെ ഈ സാധനത്തിന്റെ ചുണ്ണാവണേ? ഓഹോ, അത്രേ ഉള്ളൂ. റീനു റേന ഇടാൻ പറ്റൂല ഇനി. റേ TP ആണോ? TP ആണ്. ഓക്കെ, തലപതി അപ്പൊ തലപതി 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 തലപതിക്ക് ബിലാലില്ലേ എവിടെടാ? ഷെയ്ക്ക്? ബിലാൽ ഉണ്ടല്ലോ ഇതില്. തലപതി ഉണ്ടായിരുന്നു. എന്താ ബിലാല്? അല്ല ബിലാൽ ഇല്ലേന്ന് ചോദിക്കുക മൊത്തത്തില്. ബിലാല് മറ്റേ ഇവളപ്പം പോയിട്ടുണ്ടാവടാ, ആ ഭൂമിന്റെ അപ്പുറം. അവനല്ല ആണല്ലേ? എന്നെ ഊമ്പിച്ചിട്ട് അവൻ ഭൂമിനെ നോക്കാനുള്ള പ്ലാനാന്ന് അവന്. എന്നെ കാണിച്ചെടുക്കാൻ തന്നെ എന്റെ അമ്മനെ സിറ്റി വരുന്നുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. എന്ത് കൂയാന്നറിയടാ ഇവനെല്ലാം. ഇവന് പെണ്ണ് കിട്ടാത്തത് റീമി. കൊണ്ടല്ലേ? സത്യം ഷെയ്ക്കൊന്ന് ഒതുക്കിയപ്പോ എല്ലാണോ കോഴിയായി. അതെ, ഞാൻ ഒതുങ്ങാൻ ഇനി ഞാൻ അടുത്ത മുമ്പേ പാവായിരുന്നടാ. വിളിക്ക നീ എന്ത് പറയുന്നു? ഞാൻ കോഴിയൊന്നുമില്ല കേട്ടോ. സുനു അടുത്തിട്ടല്ലേ? സോനൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറയട്ടല്ലോ. ബ്ലേക്ക് സോറി നമ്മളൊന്നും ഇല്ല. മനസ്സിലായോ? ജയിക്ക റാൻഡ് ചുമ്മാ അടിച്ചോക്ക് വരുന്നുണ്ടോക്ക്. TP എന്നാണ് വരുന്നേ. TP-യിൽ ഉണ്ട് ഓൾറെഡി റേ. അത് ഇന്ന് രാത്രി റിമൂവ് ഇടുന്നുണ്ടാവാ. ഓപ്പൺ ആക്കുന്ന അപ്പം പറഞ്ഞ ലൈവില്. ഓപ്പൺ ആക്കുന്ന എന്ത്? റിമൂവും ഇതും ആഡും എന്തായാലും Remove, add. രണ്ടാഴ്ച ഉണ്ടാവൂലേന്ന് പറഞ്ഞു. എന്തായാലും റിമൂവും ആഡും റിമൂവും ഓൺ ആക്കുന്ന പറഞ്ഞു. എന്തായാലും ഇട്ടൊക്കെ TP ഏതാണ് കിടക്കുന്നത്? അല്ല അത് ഇടാ, അതെന്തായാലും മാറ്റി കൊടുത്തോളൂ അവര്. പറയാ സംസാരിച്ചൊക്കെ. നള്ളുണ്ടടാ അതില്. ഈ തീട്ടാ കൊണാഷു പേര് മാറ്റാൻ അയ്യോ അതൊന്നും കാണിക്കല്ലേ. എന്ത് പേര്? ഇട്ട കാര്യം. ഗ്രൂപ്പിലേക്ക് എങ്ങനെ അത് ജോയിൻ admin ആവാം? ഇട്ടതാ, admin ഗ്രൂപ്പിലേക്ക് ഇട്ടതാ, ബ്രോ അയ്യോ. ഇവിടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ മതി. നള്ള് കാലിത് കയറാൻ നള്ള് ഉണ്ട്, കാലിത് ഉണ്ട്, പേര് മാറ്റണം, പേര് ഇറങ്ങുണ്ട്. മാറ്റണം. 27 ചെറുപ്പോ ഇല്ലടാ. എങ്ങനെ 27 ആളെ? നമ്മൾ 33 പേരുള്ളൂ. 33 പേരിൽ 4 പേരില്ല. മനസ്സിലായോ? ടക്കായി ഇല്ല, 29. ഉസ്മാൻ ഇല്ല, ടർബോ മിന്നലില്ല. മനസ്സിലായോ? അപ്പൊ 33 4 പോയ 29. 1 2 3 3 26 29 പേര്. കറക്റ്റാ, നമ്മള് കറക്റ്റാ. റേഡി 27. 27 ആക്കാണ്. എന്തിന് 67 അല്ലായിരുന്നു നമ്മളത്? പറ്റൂല. 67 അവിടെ ഇല്ല, അവൈലബിൾ അല്ലോ 67 എക്സിലോ? ആ നമ്മളിപ്പോ സിറ്റിയിൽ കേറുമ്പോ എല്ലാരും ഇരിക്കണത് 34ആണ്. പക്ഷെ അത് ചോദിച്ചിട്ടാക്കുന്നത് നല്ലത്. അല്ല എല്ലാരും കൂടെ 67 TGന്റെ റേഡി ആണോന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാൻ പറയട്ടെ, റേഡിയോ നമുക്ക് ഫൈനലൈസ് ചെയ്യാം. പാക്കുവിനോട് 27 ചോദിച്ചിട്ട് ഏതൊക്കെ അവൈലബിൾ ഉള്ളത് നോക്കിയിട്ട് നല്ലൊരു റേഡിയോ നോക്കിയിട്ട് അത് വെറുതെ ചുമ്മാ 6 to ഇടുന്നുള്ളൂ. 7 അങ്ങനെയൊക്കെ നമ്മ എടുത്താൽ ചോദിക്കുന്നത് കിട്ടൂല. നമ്മ 3 നമ്പർ ചോദിക്കുന്നത് ഒന്നും കിട്ടൂല. വേണ്ട. 77 നമ്മ ചോദിക്കുന്ന തന്നെ കിട്ടൂലടാ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു സാധനം എപ്പോഴും ഇട്ടുന്നുണ്ടെങ്കിലും അത് ചേഞ്ചസ് വരും. റേഡിയോന്റെ കേസിൽ കളറിന്റെ കേസിലും ചേഞ്ച് വരും. ഇത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു നമ്പർ അത്രേ ഉള്ളൂ. അത് 67 ആണെങ്കിൽ മാറ്റിക്കോ. അത് TGന്റെ റേഡിയോ ശരിക്കും
TJ തന്നെയാണ് ഉറപ്പുണ്ടാവും. അവരാണെങ്കിൽ ഇതിൽ നോക്കി നോക്ക്, ലിസ്റ്റ് കിട്ടുമോ നോക്ക്. 27 അവരുടെയാണ്. ഞാനേ 27 മതി. അല്ല അപ്പൊ സെഡും ഏഴും. നാളെയൊക്കെ തിരിച്ച് ഇതിൽ കയറ്റാൻ പറ്റുമോ? സിറ്റിയിൽ വണ്ടിയൊക്കെ കയറ്റാൻ പറ്റുമോ തിരിച്ച്? അത് ഷെയ്ക്ക് മാനേജ്മെന്റ് ആയിട്ട് സംസാരിക്കും. കളർ കിട്ടിയാ പറ്റുണ്ടാവും. കളർ ഉറപ്പിച്ച. കറക്റ്റ് അല്ല ഗ്യാങ്ങിന്റെ വണ്ടിയല്ല, ഇതിന്റെ കസ്റ്റം വണ്ടികളൊക്കെ കയറ്റാൻ പറ്റുമോ ചോദിച്ചു. ഷെയ്ക്കിന്റെ നമുക്കിന്റെ BMW ഇല്ലായിട്ടൊരു സുഖമല്ല പുറത്തിറങ്ങാൻ. ഞാൻ ഇപ്പൊ തീട്ട മാരുതിയും കൊണ്ടാക്കാൻ ബിലാലിന്റെ തീട്ട കോയിമുട്ട വണ്ടിയും കൊണ്ടൊക്കെയാണ് അതിൽ നടക്കുന്നത്. എടാ എന്നെ അതൊന്നുമല്ല, ഉമ്മാര് വന്നിട്ട് എൻ്റെ അടുത്ത് 100 കോടിന്റെ വണ്ടി 150 കോടിന്റെ വണ്ടി എന്നെല്ലാം പറഞ്ഞ് എന്നെ അളക്കുന്നു. ആ ഭാഷ അല്ല. താങ്ക് യു ഫോർ ദ 10 kick points. പാക്കുകൂടെ എടാ നള്ളു കുണ്ണെ മിണ്ടാണ്ടിരി. DC കയറാം. ഞാൻ ഇതൊന്ന് ലോഡിംഗ് പേജ് ഓൺ ആക്കിയിട്ട് DC കയറാം. ഒറ്റ മിനിറ്റ് ചാറ്റ്, ഇത് മിക്കവാറും ഇപ്പൊ കട്ടാവും. ശരിക്കും അതൊക്കെ ഇനി സെല്ലാക്കാൻ പറ്റുമോ? ചെക്ക് ബ്രാവോ ലൈവ് എന്ത് സെല്ലാക്കാൻ പറ്റുമെന്നാ ചോദിച്ചോ ബ്രോ. വണ്ടി ഇൻ ഗെയിം വണ്ടിയൊക്കെ സെയിലാക്കാൻ പറ്റും.